ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. ആ രോഷ്നി ഉണ്ടല്ലോ, അവിടെ ആങ്ങളെ സന്ദീപ് വിശ്വനാഥനെ വിളിച്ചോണ്ട് പോയി കൺഗ്രാജുലേഷൻ പറയുക. ഹൃതിയോട് അങ്ങനെയൊക്കെ ചെയ്തതിലൊക്കെ വളരെ സന്തോഷമുണ്ടെന്നും പറഞ്ഞു അവനെ പ്രശംസിക്കുവാണ്. എടി മഹാഭാവി, ഒരു സ്ത്രീയോടൊരു പുരുഷൻ ഇത്ര അപമര്യാദ കാണിക്കുമ്പോൾ അതിനെ അംഗീകരിക്കുകയും എഴുത്തുകയും ചെയ്യുന്ന നിന്നെ എന്താ പറയണ്ടേ? സ്വന്തം ആങ്ങളെയായാലെന്താ, ആരായാലെന്താ? ഒരു പെണ്ണിനോട് അന്യായം കാണിക്കുന്നത് ശരിയാണോ? പെങ്ങടെ ആ പുകഴ്ത്തല് കേട്ട് ആങ്ങളെ അങ്ങ് സന്തോഷിച്ച്. താങ്ക് യു രോഷ്നി. സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വന്നതേ അവളെ നിനക്ക് വേണ്ടി ഒതുക്കി ഒരു മൂലക്കിരുത്താൻ വേണ്ടിയാ വന്നത്. അതിനുള്ള പ്ലാനും തയ്യാറാക്കിയാ ഞാൻ ഇങ്ങോട്ട് വന്ന്. എന്നിട്ട് എന്താ ഏട്ടാ? പക്ഷേ അവളെ കണ്ടപ്പോൾ അവിടെ മുഖത്തോട്ട് ഒരു വട്ടം നോക്കിയപ്പോൾ ഒരു സ്പാർക്കിംഗ്. അതെന്താ ഏട്ടാ, പ്രേമത്തിന്റെ സ്പാർക്കിംഗ് ആണോ? അതെ. അതെന്താ അങ്ങനെ തോന്നാൻ? അവൾ അത്രയ്ക്ക് സുന്ദരിയാണോ? ആ പ്രേമരോഗി പറയുക, സുന്ദരി മാത്രമല്ല ശാലീനതയും കൂടിയാ. അപ്പോഴവൾ എന്നേക്കാളും സുന്ദരിയും ശാലീനതയാ. ദൈവമേ, കുഴഞ്ഞല്ലോ. ഇവള് ഒരു പെണ്ണാന്നുള്ള കാര്യം ഞാനങ്ങ് വിട്ടുപോയി. അവിടെ മനസ്സിൽ അസൂയ കണ്ടോ? സന്ദീപ് മനസ്സിൽ പറയുക. കള്ളം പറഞ്ഞെങ്കിലേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. എടി, നിന്നേക്കാൾ സുന്ദരിയും ശാലീനതയൊന്നും അല്ല. എവിടുന്ന് നിന്നേക്കാൾ അത്രയ്ക്കൊക്കെ വരാനാ? നീ എവിടെ കിടക്കുന്നു, അവൾ എവിടെ കിടക്കുന്നു? ഹൃതിക ഒരു കാട്ടുപോ, നീയാണെങ്കിലോ ഒരു സൂര്യകാന്തി. ഏട്ടാ, വേണ്ട വേണ്ട, തള്ളല്ലേ. പിന്നല്ലാതെ സത്യം പറഞ്ഞ അത് കുഴപ്പം. പിന്നെ ഞാൻ എന്തു പറയാന്? എങ്കിൽ ശരി, ഞാൻ സൂര്യകാന്തിയും അവള് കാട്ടുപൂവാ. അപ്പൊ ഈ കാട്ടുപൂവിനുള്ള പ്രണയ സ്പാർക്കിങ്ങേ ഏത് റൂട്ടിലോട്ടാ പോകുന്നത്? എന്തായാലും അവളെ ചതിച്ചിട്ട് പോകാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്താ ഏട്ടൻ ഉദ്ദേശിക്കുന്നത്? സീരിയസ് ആണ്. ഞാൻ അവളെ കല്യാണം കഴിച്ചാലോ എന്നാണ് എൻ്റെ ആലോചന. അച്ഛനും അമ്മയും ഒരുപാട് കല്യാണാലോചനകൾ കൊണ്ടുവന്നതല്ലേ. എന്നിട്ട് ഞാൻ ഏതിനെങ്കിലും സമ്മതിച്ചോ? അവര് കല്യാണം ആലോചിക്കുന്നത് എന്തുവാ? കാശും പാരമ്പര്യമൊക്കെ നോക്കി. അങ്ങനെ കാശും പാരമ്പര്യമൊക്കെ നോക്കിയാലേ നല്ല ഒരു ലൈഫ് പാർട്ട്ണറെ കിട്ടില്ല. ചേട്ടൻ എന്താ പറയുന്നത്? ഇവള് നല്ല ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് ചേട്ടന് തോന്നുന്നുണ്ടോ? അങ്ങനെ തോന്നുന്നു. ചിലരുടെയൊക്കെ മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്. എനിക്ക് ഹൃതിയോട് മതിപ്പ് തോന്നുന്നത് എന്താന്നോ? അവൾ ആത്മാർത്ഥമായിട്ട് രാജുവിനെ സ്നേഹിക്കുന്നുണ്ട്. അവനാണെങ്കിലോ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കാനും ആലോചിക്കുന്നു. ചേട്ടാ, അതെ, അവന്റെ വീട്ടുകാരാലോചിക്കുന്ന കല്യാണമല്ലേ. അത് ശരിയാ, അവനത് ഇഷ്ടമല്ലെന്നും എനിക്കറിയാം. ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് രാജു എന്തായാലും ഹൃതിയെ സ്വീകരിക്കില്ല. ഇനി നടക്കേണ്ടത് നീയും രാജുവും തമ്മിലുള്ള കല്യാണമാണ്. നിന്നെ രാജുവിന് ഇഷ്ടമല്ലേ? ഇഷ്ടമൊക്കെ ആയേട്ടാ, പക്ഷെ പ്രണയമാണെന്ന് രാജു ഇതുവരെ തുറന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ രാജുവിനും നിന്നോട് പ്രണയം, അതിന് വെച്ച വെള്ളം അങ്ങ് വാങ്ങി വെച്ചേരടി രോഷിനി. ഞാൻ നോക്കിയിട്ട് അവൻ എതിർപ്പില്ലാത്തത് കൊണ്ട് നീയും അവനുമായിട്ടുള്ള കല്യാണം നടക്കും. ഇനി അച്ഛനിടപെട്ടാൽ 100% ഉറപ്പാ. എനിക്കെന്തോ ഈ ഹൃതിയോടുള്ള ആരാധന അങ്ങ് കൂടുകയാണ്. നീ അങ്ങനെ ആരാധന മൂത്തിരുന്നോടാ. ആ രാജുവിന്റെ കൈ കൊണ്ട് തീരരുത്. രോഷ്നി മനസ്സിൽ പറയാ, ഹൃതികെ ചേട്ടൻ കല്യാണം കഴിക്കുന്നത് എനിക്ക് എന്തുകൊണ്ട് നല്ലതാ. രാജുവിനുള്ള ഇപ്പോഴത്തെ ശല്യം അങ്ങ് കുറഞ്ഞു കിട്ടുമല്ലോ. അല്ല രോഷ്നി, നീ എന്താ ഈ ആലോചിക്കുന്നത്? ഒന്നുമില്ല ഏട്ടാ. എൻ്റെ ഏട്ടന് ഇഷ്ടമാണെങ്കിൽ ഹൃതികയെ അങ്ങ് കല്യാണം കഴിച്ചോ എന്ന് പറഞ്ഞിട്ട് അവൾ എഴുന്നേറ്റങ്ങ് പോയി. സന്ദീപ് മനസ്സിൽ കണക്കൂട്ടുക, ഹൃതികയെ ഞാൻ കല്യാണം കഴിച്ചാൽ ഈ രാജുവിൻ്റെ അഹങ്കാരം കുറച്ചങ്ങ് കുറയും. അവനെ ഒതുക്കണം, ഒതുക്കിയേ പറ്റൂ. പിന്നെ നീ ഞൊട്ടു. ഹൃതിക രാജുവിൻ്റെ ക്യാബിനിലിരിക്കുക. രാജുവാകെ ടെൻഷൻ കൊണ്ട് കരയണോ ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിക്കണോ ഒന്നും അറിയാത്ത ഒരു ഫീലിങ്സിൽ ഇങ്ങനെ ഇരിക്കുക. അത് കണ്ടിട്ട് ഹൃതിക പറയാം, രാജു ടെൻഷൻ ആകല്ലേ. രാജുവിനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. ഉടനെ രാജു പറയാം, തോട്ടത്തിൽ വിശ്വനാഥൻ സാറിനോട് എനിക്കല്പം കടപ്പാടുണ്ട്. ഞാൻ എല്ലാം കൊണ്ട് തകർന്നു നിന്ന അവസ്ഥയിൽ എനിക്കൊരു മാർഗം ചൂണ്ടിക്കാട്ടിത്തന്ന ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. എന്ന് വെച്ച് മക്കൾ കാണിക്കുന്ന എന്ത് മര്യാദകളെ ഞാൻ അങ്ങ് അംഗീകരിച്ച് കൊടുക്കണോ? അയ്യോ, അത് വേണ്ട രാജു. പക്ഷേ ഇങ്ങനെ ഒരു അഗ്രിമെൻ്റ് ഉള്ളത് കൊണ്ടല്ലേ എൻ്റെ എല്ലാ ബിസിനസ്സിലും ഇവരുമായിട്ടൊരു അഗ്രിമെൻ്റ് ഒന്നും ഇല്ല. ഈ ഫാഷൻ ഡിസൈനിങ് കമ്പനിയിൽ മാത്രമാണ് ഇങ്ങനെ ഒരു അഗ്രിമെൻ്റ് വന്നത്. ഇതെല്ലാം ഓർഗനൈസ് ചെയ്തത് അവരായതുകൊണ്ടാണ് ഞാൻ അതിന് സമ്മതിച്ചത്. എൻ്റെ രാജു, അത് വിട്ടേക്ക്. ഇത്രയും വലിയ ബിസിനസ്മാനായി എൻ്റെ രാജുവിന് ഇതിനൊരു സൊല്യൂഷൻ കണ്ടെത്താനാണോ പ്രയാസം? പക്ഷേ രാജു, എൻ്റെ മണ്ടത്തരം ഓർത്താൻ ഞാൻ വിഷമിക്കുന്നത്. ഞാൻ രാജുവിന് എഴുതിയ ലെറ്റർ അയാളുടെ കയ്യിലായിപ്പോയി. രാജുവാണ് തെറ്റിദ്ധരിച്ച് ഞാൻ ആ ഫയലിനകത്ത് ലെറ്റർ വെച്ച് അയാളുടെ കയ്യിലാണ് കൊടുത്തത്. നീ എന്തിനാ വിഷമിക്കുന്നത്? ആ കത്ത് പിടിച്ചു വെച്ച് അവൻ എന്തു ചെയ്യും? അവനോട് പോകാൻ പറ. അപ്പോൾ രോഷിനി ആ ക്യാബിൻ്റെ ഡോറ് തുറന്നങ്ങോട്ട് വരുക. രാജുവിനെയും ഹൃതിയെയും കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ദേഷ്യം. ഇതെന്താ ഓഫീസ് സ്റ്റാഫൊക്കെ MDയുടെ ക്യാബിനിൽ വന്ന് നിൽക്കുന്നത്? ഇതൊന്നും ശരിയല്ല, പോയേ. പെട്ടെന്ന് രാജു പറയാം, ഹൃതിക എൻ്റെ പെർമിഷനോടുകൂടിയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാൻ വിളിച്ചിട്ടാണ് ഹൃതിക ഇങ്ങോട്ട് വന്നത് തന്നെ. രാജു സോറി, എൻ്റെ ചേട്ടൻ അങ്ങനെ കുറച്ച് റഫായിട്ട് പെരുമാറിയതിന്. ഒട്ടും താല്പര്യമില്ലാത്ത പോലെ രാജു ദാറ്റ്സ് ഓക്കെ എന്ന് പറയുമ്പോൾ അവൾ ഹൃതികയെ ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് രാജുവിൻ്റെ തോളിലോട്ട് കൈവെക്കുവാണ് റോഷിനി.
ഹൃദയെ ഒന്ന് ദേഷ്യം പിടിപ്പിക്കണമല്ലോ, അത് കരുതിയിട്ടാവും അവൾ ആ തോളിൽ നിന്ന് കൈയെടുക്കാതെ. എൻ്റെ ചേട്ടൻ രാജുവിനെ പോലെയല്ല. പറയേണ്ട കാര്യങ്ങൾ വളരെ പരുഷമായിട്ട് തന്നെ അങ്ങ് പറഞ്ഞു കളയും. അവൻ്റെ തോളിൽ കൈവച്ച ദേഷ്യം എല്ലാം കൂടെ വെച്ചിട്ട് രാജു പറയുന്നു. പരുഷമായിട്ട് പറയാനൊക്കെ എനിക്കും അറിയാം. എന്നെപ്പറ്റി അവന് ശരിക്കും അറിയാഞ്ഞിട്ടാ. ഹൃദയെ ഒന്ന് വേദനിക്കണമെന്ന് കരുതി അവൾ വീണ്ടും രാജുവിനെ ഇങ്ങനെ തോളിൽ പിടിക്കുക. രാജു, ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ പാടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരസ്പരം പറഞ്ഞ് പരിഹരിക്കണം. നിങ്ങൾ തമ്മിൽ ശരിക്കും ബ്രദേഴ്സിനെ പോലെ മുന്നോട്ട് പോകണം. രാജുവിനാണെങ്കിൽ അവളുടെ കയ്യ തോളിലിരിക്കുന്ന വല്ലാതെ അരോചകമായി തോന്നുന്നുണ്ട്. ഹൃദയക്കാണെങ്കിൽ ആ കൈയെടുത്ത് മാറ്റിയിട്ട് അവിടെ കർണക്കുറ്റി അടിച്ച് പൊട്ടിക്കാനുള്ള ദേഷ്യവും ഉണ്ട്. അല്ലെങ്കിൽ രാജു ഇതിനു വേണ്ടി വിഷമിക്കുന്ന മറ്റു രണ്ടുപേരായിരിക്കും. ഞാനും എൻ്റെ അച്ഛനും. അതൊക്കെ ഓക്കെ, ഞാനതൊക്കെ മാനേജ് ചെയ്തോളാം. ദേഷ്യത്തോടാണ് അങ്ങനെ രാജു പറയുന്നത്. ഹൃദയെ തന്നെ രാജു നോക്കുന്നുണ്ട്. റോഷ്നിയുടെ ഈ അമിത സ്വാതന്ത്ര്യം കാണിപ്പുണ്ടല്ലോ, ഹൃദയ ഏത് സമയത്താണ് പൊട്ടിത്തെറിക്കുമോ എന്നുള്ള ഭയത്തിലാണ് രാജു ഇരിക്കുന്നത്. റോഷ്നി അങ്ങനെ പോകാനായിട്ട് വാതൊക്കെ വരെ വന്നിട്ട് രാജുവിനോട് ചോദിക്കുന്നു, ഇവള് പോന്നില്ലേ? രാജു പറയും, ഇവളല്ല ഋതിക. ഓഫീസ് സ്റ്റാഫിനെ ഇവളെന്നും അവളെന്നും എടീനൊക്കെ വിളിക്കുന്നത് തെറ്റാണെന്ന് റോഷ്നി തന്നെയല്ലേ പറയാറുള്ളത്? ഒരു ചമ്മലോടെ ശരിയാണല്ലോ, സോറി രാജു എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങ് പോയി. ഋതികയുടെ ആ മരവിച്ച നിൽപ്പ് കണ്ടിട്ട് രാജു, ഋതു എൻ്റെ കാര്യങ്ങൾ ഓർത്ത് ഋതു ടെൻഷൻ അടിക്കരുത്, അതൊക്കെ ഞാൻ സോൾവ് ചെയ്തോളാം. രാജു, ഞാൻ ടെൻഷനാകുന്ന അതുകൊണ്ട് മാത്രമല്ല. ഞാൻ രാജുവിന് എഴുതിയ ലെറ്റർ അവരച്ഛൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്കുവോ? അതെന്തൊരു ചോദ്യമാണ് ഋതിയെ. അച്ഛൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കട്ടെ. നിനക്കിന്നും രാജുവാണ് നിൻ്റെ ഭർത്താവെന്നും നീ രാജുവിൻ്റെ കൂടെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും ആ മണഗുണാഞ്ചൻ പ്രതാപൻ അറിയട്ടെ. ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അക്കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ അതൊക്കെ അങ്ങ് മറന്നേക്ക്. എന്നാലിന്നെ ഋതു ചെല്ലങ്ങോട്ട്. ശരി രാജു എന്ന് പറഞ്ഞ് ഋതികയെ അവിടുന്ന് പോയി. ഈ സമയം പ്രതാപൻ എവിടെയോ പോയിട്ട് വരിക. നല്ല ക്ഷീണമുണ്ട്, ചുമയൊക്കെ വരുന്നുണ്ട്. അടുത്ത് കാണുന്ന കടയിൽ കയറി ഒരു കുപ്പി വെള്ളം കാശ് കൊടുത്ത് മേടിക്കുന്നു. പ്രതാപൻ ആ വെള്ളം അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതാപന് ഒരു ഫോൺ. പ്രതാപന് ഹലോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാറിലിരുന്നുകൊണ്ട് ഒരാൾ പ്രതാപനെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുവാണ്. സാറേ, സാറിൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നല്ലോ. ഞാൻ നമ്പ്യാരാ, പ്രഭാകരൻ നമ്പ്യാര്. അയ്യോ, സാറായിരുന്നോ? ആ മനസ്സിലായി. സാർ എന്താ ഇപ്പം വിളിച്ചത്? വെറുതെ വിളിച്ചതാണോ? വെറുതെ വിളിച്ചതൊന്നുമല്ല. സാർ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നില്ലേ? ഒരു ജോലിയുടെ കാര്യം. ആ, പറഞ്ഞിരുന്നു. സാമൂഹ്യ പ്രവർത്തകനായ സാറിന് പറ്റിയ ഒരു ജോലി ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്ന ജോലി സത്യം പറഞ്ഞാൽ ഒരു ജോലിയല്ല. സാറിൻ്റെ ലക്ഷ്യവും നടക്കും, അതിൽ നിന്ന് കുറച്ച് കാശും കിട്ടും. ജോലി എന്താണെന്ന് പറയൂ സാർ. നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻ, NGO. അതെനിക്കറിയാം സാർ. അതൊരു പൊതുജനക്ഷേമ പദ്ധതിയുമാണ്, ചാരിറ്റബിൾ പ്രവർത്തനവുമാണ്. പക്ഷേ അതിൽ പ്രവർത്തിക്കുന്നവർക്ക് അത്യാവശ്യം കാശും കിട്ടും. ദൈവമേ, ഇയാൾ പറയുന്ന വല്ല നൂലാമാലയാണോ എന്നൊക്കെ ഇങ്ങനെ പ്രതാപൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്പ്യാർ പറയുന്നു, ഞാനൊരു കമ്പനിയുടെ പേര് പറയാം. അവർ NGO സഹായിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. സാർ അതിൻ്റെ MDയെ പോയി കണ്ടാൽ മതി. പ്രതാപൻ ഉടനെ ചോദിക്കുന്നു, സാർ ആ കമ്പനിയുടെ പേരൊന്ന് പറയാവോ? അങ്ങനെ നമ്പ്യാർ കമ്പനിയുടെ പേരോ എന്തൊക്കെയോ കുന്തറാണ്ടങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തെന്ന് തോന്നുന്നു. പ്രതാപൻ ഓക്കെ സാറെന്നും പറയുന്നു. ഞാൻ എന്തായാലും ഇപ്പം തന്നെ അങ്ങോട്ട് പോവാം, താങ്ക് യു സാർ എന്നും പറഞ്ഞ് അവർ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രതാപൻ നമ്പ്യാർ പറഞ്ഞ സ്ഥലത്തേക്കാണെന്ന് തോന്നുന്നു ഓട്ടോറിക്ഷയിൽ വന്ന് അകത്തോട്ട് ഓഫീസിലോട്ട് കയറി പോവുകയാണ്. പ്രതാപനെ അറിയുന്നതാണെന്ന് തോന്നുന്നു സ്റ്റാഫ്. അവൾ ചോദിക്കുന്നു, വർമ്മ സാർ എന്താ ഇവിടെ? എനിക്ക് MD ഒന്ന് കാണണമായിരുന്നു. MD വന്നിട്ടുണ്ട്. സാർ അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ടോ? അയ്യോ, അപ്പോയിൻമെൻ്റ് ഇല്ല. എങ്കിൽ ഞാനൊന്ന് വിളിച്ച് ചോദിക്കട്ടെ. ആയിക്കോട്ടെ. ദൈവമേ, നമ്മുടെ രാജുവിൻ്റെ അടുത്തോട്ടാണ് വന്നിരിക്കുന്നത്. ഋതികയാണെങ്കിൽ രാജുവിൻ്റെ അടുത്തിരിക്കുന്നു. രാജു ഏതോ ഒരു കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ആ സമയത്ത് മറ്റേ ഫോണിൽ റിങ് ആകുന്നുണ്ട്. രാജു ഋതികയോട് പറയുന്നു, ആ ഫോൺ ഒന്ന് എളുപ്പം അറ്റൻഡ് ചെയ്യുന്നു. ഋതികയാണ് ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നത്. MD സാർ ക്യാബിലുണ്ടോ? ആ ഉണ്ടല്ലോ എന്നിങ്ങനെ ഋതിക പറയുക. ഒരാൾ സാറിനെ കാണാൻ വന്നിട്ടുണ്ട്, അങ്ങോട്ട് അയക്കണോന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ. എന്തായാലും വർമ്മയുടെ പേര് പറഞ്ഞില്ല. ഞാൻ MDയോടൊന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഋതിക രാജുവിനോട് ചോദിക്കുന്നു, രാജു, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്, കയറ്റി വിടട്ടെ എന്ന് ചോദിക്കുന്നു. രാജു പറയും, ആരാന്ന് ചോദിക്കും. ദാ കിടക്കുന്ന 10ൻ്റെ പൈസ. അതെ, ആരാ വന്നിരിക്കുന്നത് സാറ് ചോദിച്ചു. പ്രതാപവർമ്മ സാറാണ് കാണാൻ വന്നിരിക്കുന്നത്, എക്സ് മിനിസ്റ്റർ. അത് കേട്ടതും ഋതിക അങ്ങ് ഞെട്ടി. ശ്വാസം നിലച്ചതുപോലെ ഋതിക നിൽക്കുക. എന്നിട്ട് പെട്ടെന്ന് പറയാം, വെയിറ്റ് ചെയ്യാൻ പറയാം, ഞാൻ സാറിനോട് ചോദിച്ചിട്ട് പറയാം. ഋതിക അവിടെ നിന്ന് വിക്കിത്തക്കെന്ന് കണ്ട് രാജു പെട്ടെന്ന് ഫോൺ ചെയ്തിരിക്കുന്നു. പറയുന്നു, 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കാൻ, ഒരു അർജൻറ്റ് വർക്കുണ്ട് എന്നും പറഞ്ഞ് രാജു ഫോൺ കട്ട് ചെയ്യുവാണ്. എന്താ ഋതു? അയ്യോ രാജു, അച്ഛൻ വന്നിരിക്കുന്നു. അയ്യോ, വർമ്മ സാറോ? അതേ രാജു. ഋതു, നീ ടെൻഷനാകാതിരിക്കേ, ഞാൻ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാൻ നോക്കാം. ആ സ്റ്റാഫ് അപ്പോൾ പ്രതാപനോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ MD വളരെ തിരക്കുള്ള ഒരാളാണ്. നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്തില്ലെങ്കിലേ കാണാൻ പ്രയാസമാണ്.
വർമ്മ സാറിനോട് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വെയിറ്റ് ചെയ്യുന്നതിൽ സാറിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? അയ്യോ, എനിക്കെന്ത് ബുദ്ധിമുട്ട്? ഞാൻ അദ്ദേഹത്തെ കാണാൻ വേണ്ടി വന്നതല്ലേ. വെയിറ്റ് ചെയ്യുന്നതിൽ എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. പ്രതാപൻ അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തിരിക്കുവാണ്. നമ്മുടെ സ്വാമി താണ്ട പല്ലവിയായിട്ടൊരു ചെറിയ പഞ്ചാരക്കളിയാണെന്ന് തോന്നുന്നു. ഇതിനു മുമ്പ് ഇങ്ങനല്ലായിരുന്നല്ലോ. ചെയ്യുന്ന ജോലിക്കൊക്കെ ഒരു അടുക്കും ചിട്ടയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. കുട്ടിക്ക് എന്താ പറ്റിയത്? എന്തെങ്കിലും പേഴ്സണൽ മാറ്റേഴ്സ്, ഫാമിലി പ്രോബ്ലംസ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്വാമിയോട് തുറന്നു പറഞ്ഞോ. എന്തിനും പരിഹാരമാർഗമായി ഈ സ്വാമി 10 വഴികൾ നിർദ്ദേശിക്കും. പല്ലവി ഉടനെ പറയുക, എൻ്റെ പ്രശ്നങ്ങളൊക്കെ സ്വാമിയോട് ഞാൻ തുറന്നു പറയാൻ. സ്വാമി ആരാ? എൻ്റെ തന്തയോ? സ്വാമി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പാവം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക, ആരെങ്കിലും കേട്ടോന്ന് പെട്ടെന്ന് ചോദിക്കുന്നു. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പെട്ടെന്ന് കയറി അങ്ങ് തന്തയ്ക്ക് വിളിക്കുക അല്ലേ. ഞാൻ അറിഞ്ഞിരുന്നില്ല. കുട്ടി പൊയ്ക്കോളൂ, തന്നിഷ്ടം പോലെ എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോളൂ. രാവിലെ എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു, വെറുതെ വായിലിരിക്കുന്ന മേടിച്ചു എന്നും പറഞ്ഞ് നമ്മുടെ സ്വാമി പാവം പുറൂർത്തോണ്ട് അങ്ങ് പോവുക. ഈ സ്വാമിക്ക് എന്താ വട്ടാണോ? ജോലി ചെയ്തുകൊണ്ടിരുന്ന എന്നെ വിളിച്ച് വെറുതെ ചാടിക്കുന്നു. നമ്മുടെ സ്വാമി ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ പ്രതാപൻ ഇങ്ങനെ വെയിറ്റ് ചെയ്താ സോഫയിലിരിക്കുന്നു. എൻ്റെ ദൈവമേ, എക്സ് മിനിസ്റ്റർ അല്ലേ MD സാറിൻ്റെ അമ്മായിയപ്പൻ. മകൾ ഇവിടെയാണ് ജോലി ചെയ്യുന്നതെന്നറിഞ്ഞാൽ ഇവിടെ പൊരിഞ്ഞടി നടക്കുമല്ലോ. എൻ്റെ പഴനിയാണ്ടവാ, എന്തെങ്കിലും ഒരു കൗശലം എനിക്ക് പറഞ്ഞു തരണേ, എങ്ങനെയെങ്കിലും ഇദ്ദേഹത്തെ എനിക്കൊന്ന് പറഞ്ഞു വിടാൻ പറ്റണേ എന്നൊക്കെ നമ്മുടെ സ്വാമി നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്തും വരട്ടെ എന്നും വിചാരിച്ച് തുനിഞ്ഞ് നമ്മുടെ സ്വാമി ചിരിച്ചോണ്ട്, നമസ്കാരം സാർ, സാറെന്താ ഇവിടെ? ഞാനിതിൻ്റെ MD ഒന്ന് കാണാൻ വന്ന. അയ്യോ, അതിന് MD ഇവിടെ ഇല്ലല്ലോ. വേണ്ട, ആ കുട്ടി പറഞ്ഞല്ലോ MD ഇവിടെ ഉണ്ടെന്ന്. ആ ഉണ്ട്, പുള്ളി ഉണ്ടോണ്ടിരിക്കുക, ഇപ്പം കാണാൻ പറ്റില്ല. എന്ത് ചെയ്യാനാ? നമ്മുടെ സ്വാമി നിന്ന് ഉരുളുക. പ്രതാപൻ പറയും, എന്തായാലും ഞാൻ ഇവിടം വരെ വന്ന സ്ഥിതിക്ക് അദ്ദേഹത്തെ കണ്ടൊന്ന് മീറ്റ് ചെയ്തിട്ട് പോകാം. അയ്യോ എൻ്റെ ദൈവമേ, കുഴഞ്ഞല്ലോ എന്നും പറഞ്ഞ് സ്വാമി നിന്ന് വിഷമിക്കുക. എന്തോ ഐഡിയ കണ്ടുപിടിച്ചതുപോലെ രാജുവും ഹൃദയം കൂടി ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. ദാണ്ട നമ്മുടെ ശകനം മുടുക്കി സന്ദീപ് താണ്ട പ്രതാപനെ കണ്ട്. അല്ല, അത് നമ്മുടെ പ്രതാപവർമ്മ സാറല്ലേ. ഹൃദയയുടെ അച്ഛൻ തേടിയ വള്ളി കാലിൽ ചുറ്റി. അവൻ വലിയ സന്തോഷത്തോടെ കൊച്ചുകുട്ടികളെ പോലെ ഓടി വന്നിട്ട്, വർമ്മ സാറേ വെൽക്കം. പ്രതാപൻ പറയാ, ഞാൻ ഈ കമ്പനിയുടെ MD ഒന്ന് കാണാൻ വന്നതാ. ഉടനെ തണ്ട പൂവാലൻ കുരങ്ങ് പറയുക, ഈ കമ്പനിയുടെ MD ഞാനാണല്ലോ. ദൈവമേ, ഇവനെപ്പോ MD ആയി? നമ്മുടെ സ്വാമി വായുമ്പോൾ നിൽക്കുക. രാജുവും ഹൃദയം കൂടി ഇങ്ങോട്ട് ഓടി വരുമ്പോൾ പ്രതാപൻ്റെ അടുത്ത് സന്ദീപ് നിൽക്കുന്നതാണ് കാണുന്നത്. ഈ ആദിത്യ മര്യാദയോടെ സാറിങ്ങോട്ട് വരൂ, ക്യാബിലിരിക്കുക എന്നും പറഞ്ഞ് സന്ദീപ് വിളിച്ചുകൊണ്ട് പോവാണ് പ്രതാപനെ. സ്വാമി താണ്ട രണ്ടും കെട്ട അവസ്ഥയില. ദൈവമേ, ഇവിടെ ഒരു പുകില് നടക്കുമല്ലോ, ഇവൻ എന്തുദ്ദേശിച്ചുകൊണ്ടായി ഇതിനൊക്കെ ഒരുങ്ങി പുറപ്പെടുന്നത് എന്നൊക്കെ നമ്മുടെ സ്വാമിക്കും പിടികിട്ടി. രാജുവും ഹൃദയാണെങ്കിൽ ഈ സമയത്ത് കൂട്ടിലെ കിളികളെ പോലെ ഇങ്ങനെ തല നീട്ടിയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക. അയ്യോ രാജു, കുഴപ്പമാവോ? ഇല്ല ഋതു, വെയിറ്റ് ചെയ്യും, നമുക്ക് എന്താണെന്ന് നോക്കാം. പ്രതാപനെ ഓഫീസിനകത്ത് കയറിയ ക്യാബിനകമൊക്കെ ഇങ്ങനെ നോക്കി സന്തോഷത്തോടെ നിൽക്കുക. നമ്മുടെ സ്വാമി എളുപ്പം ഓടി ചെല്ലുന്നുണ്ട്. MDമാർ 2 പേരാ, ഞാനല്ലാതെ വേറെ ഒരാളും കൂടെ ഉണ്ട്. ഞാനിതിൻ്റെ ഒരു പാർട്ട്ണറാ. സ്വാമിക്ക് ദേഷ്യം വരുന്നുണ്ട്, മനസ്സിൽ പുറൂർക്കുക. പിന്നെ ഇവനും അവൻ്റെ ഓമനപ്പങ്ങളെ ഇടിച്ചങ്ങോട്ട് കയറിയ പാർട്ട്ണർമാരാ. സ്വാമിയുടെ നിപ്പ് കണ്ടുകൊണ്ട് സന്ദീപ് ചോദിക്കുന്നു, എടോ താൻ വല്ലതും പറഞ്ഞോ? ഇല്ല സാറേ, ഞാൻ ഒന്നും പറഞ്ഞില്ല. ഇവനിവിടെ നിന്നാൽ പരിപാടി നടക്കില്ലല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സന്ദീപ്, എടോ താൻ പോയി സാറിനൊരു കോഫി എടുത്തോണ്ട് വാ. അയ്യോ, എനിക്ക് കോഫി ഒന്നും വേണ്ട. പ്രതാപൻ പറയുമ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ലല്ലോ, സ്വാമി ഇവിടെ നിന്ന് ഓടിച്ചെല്ലാൻ പറ്റൂ. എടോ എന്താ താൻ നോക്കി നിൽക്കുന്നേ? പോയി കോഫി എടുത്തോണ്ട് വാടോ. വീണ്ടും സന്ദീപിൻ്റെ ആജ്ഞ. സ്വാമി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് സന്ദീപ് പ്രതാപൻ്റെ കാല് തൊട്ട് നമസ്കരിക്കുന്നു. പ്രതാപൻ അന്തം വിട്ട്, ഇതെന്തിനാ? സാറ് വലിയ ആളല്ലേ, എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. അതിനെന്താ, എൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും ഉണ്ടാകും. ഭയങ്കര മര്യാദ കണ്ടിട്ട് പ്രതാപൻ ചോദിക്കുന്നു, അല്ല ഇതുവരെ പേര് പറഞ്ഞില്ലല്ലോ, സാറൊന്നും ഇരുന്നില്ലല്ലോ, സാർ ഇരുന്നിട്ട് പേര് പറയാമെന്ന് കരുതി. ഒരു വളിച്ച ചിരിയോടെ, സാറൊന്ന് ഇരിക്കുക. എൻ്റെ പേര് സന്ദീപ് വിശ്വനാഥൻ. സാറിന് എൻ്റെ അച്ഛനെ അറിയാമായിരിക്കും, തോട്ടത്തിൽ വിശ്വനാഥൻ. ആ എനിക്കറിയാലോ തോട്ടത്തിൽ വിശ്വനാഥനെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ നമ്മുടെ സ്വാമി ഇങ്ങ് വന്ന് ആകെ സന്ദീപ് വിറയ്ക്കുക. കോഫി എന്തേ സ്വാമി? അത് കോഫി കൊണ്ടുവരാൻ ഞാൻ പിയൂണോട് പറഞ്ഞിട്ടുണ്ടല്ലോ. സ്വാമി കുറച്ചു നേരം ഒന്ന് പുറത്തു വന്ന്, ഞങ്ങൾക്ക് പേഴ്സണലായിട്ട് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമ്മുടെ സ്വാമി മനസ്സിൽ പറയാം, താപ്പാനയായ വെൻപല്ലൂർ അമ്പുവിൻ്റെ അടുത്താ കുഴിയാനയായ ഇവൻ്റെ ഒരു കളി. അപ്പോഴും നമ്മുടെ സ്വാമി പോകാതെ നിൽക്കുക. എടോ താനൊന്ന് പുറത്തു പോടോ, ഇനി നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിയിട്ട് സ്വാമി അങ്ങ് പുറത്തോട്ട് പോയി. സന്ദീപ് അങ്ങനെ കഥ തുടരുകയാണ്. സാറിനെ കുറിച്ച് എനിക്ക് ഏറ്റവും ഇസഡ് അറിയാം. സാറിൻ്റെ മകളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം.
സാറിൻ്റെ PA ആയി വന്നവൻ സാറിൻ്റെ മകളെ കല്യാണം കഴിച്ചതും പിന്നീട് സാറിൻ്റെ മകളെ ഉപേക്ഷിച്ച് പോയതും എല്ലാം. പ്രതാപനൊരു സങ്കടത്തോടെ പറയാം, ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണിതൊക്കെ. എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. അയ്യോ സാറേ, അറിഞ്ഞില്ല, സോറി സാറേ, സോറി എന്നൊക്കെ അവൻ വീണ്ടും പറയുക. സാറേ, മകൾക്കൊരു ജോലി. പ്രതാപൻ പറയാം, അവളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നുണ്ടല്ലോ. പ്ലീസ് സന്ദീപ്, പേഴ്സണലായ കാര്യങ്ങൾ സംസാരിക്കാനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. കമ്പനിയുടെ ഭാഗത്തുനിന്ന് NGOയ്ക്ക് വേണ്ട കാര്യങ്ങൾ സംസാരിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതിനെന്താ, വളരെ സന്തോഷം സാർ. എത്രയോ വട്ടം മന്ത്രിയായിരുന്ന ആളാ സാറ്. സാറിനെ പോലെയുള്ളയാൾ NGOയുടെ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുന്നത് തന്നെ ഒരു സ്വാഗതാർത്ഥമാണ്. ആ പ്രോജക്റ്റ് സാറ് തന്നെ ഇടനിലനിന്ന് ചെയ്യണം. ഞങ്ങൾക്ക് 100% സമ്മതമാണ്. എന്തൊക്കെയോ നടക്കാൻ പോകാത്ത ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചോണ്ടാണ് സന്ദീപ് ഇങ്ങനെ വളവളവളാന്ന് പറയുന്നത്. രാജുവും ഋതിക ആകെ സങ്കടത്തിൽ ഇങ്ങനെ ക്യാബിൽ നിൽക്കുക. ഋതിക പറയാം, അയ്യോ രാജു, അച്ഛൻ ഇതുവരെ പോയില്ലല്ലോ. അവനുമായിട്ട് ഇത്രയും സംസാരിക്കാൻ എന്തോ ഉള്ളത്? അല്ല വർമ്മ സാർ എന്തിനാ ഇങ്ങോട്ട് വന്നത്? സാർ ഈ ഓർഗനൈസേഷൻ്റെ പ്രവർത്തനമൊക്കെ ആയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോയിക്കോളൂ. ഞങ്ങളുടെ എല്ലാ സഹായ സഹകരണങ്ങളും സാറിനുണ്ടാകും. പ്രതാപൻ കോഫിയൊക്കെ കുടിച്ചിട്ട് പറയുന്നു, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. അയ്യോ സാറേ നിൽക്ക്, സാറിന് പോകാൻ ഞാനൊരു കാർ അറേഞ്ച് ചെയ്യാം. അയ്യോ അതൊന്നും വേണ്ട, ഞാൻ ഓട്ടോ പിടിച്ചങ്ങ് പോയിക്കോളാം. ഉടനെ നമ്മുടെ സ്വാമി വീണ്ടും കയറി വന്ന്, അല്ല സന്ദീപ് സാർ എന്നെ വിളിച്ചായിരുന്നോ? ആ ഞാൻ വിളിച്ചിരുന്നു സ്വാമി, സാറിനെ കാറിൽ സാറിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നാക്ക്. അതിനെന്താ, കൊണ്ടുപോയി ആക്കാവല്ലോ. പ്രതാപൻ അതിന് സമ്മതിക്കുന്നില്ല. അയ്യോ അതൊന്നും വേണ്ട, എനിക്ക് പോകുന്ന കൂട്ടത്തിൽ വേറെ കുറച്ച് കാര്യങ്ങളൂടെ സാധിക്കാനുണ്ട്, സാറ് വരണം എന്നും പറഞ്ഞ് സ്വാമി എൻ്റെ പ്രതാപനെ വിളിച്ചുകൊണ്ട് പുറത്തോട്ട് വരുന്നുണ്ട്. പ്രതാപൻ പോയെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാജുവും ഋതിയും പുറത്തിറങ്ങി. രാജു ചോദിക്കുന്ന, വർമ്മ സാറ് പോയി അല്ലേ? പോയി രാജു. വർമ്മ സാറ് വന്നത് എന്തിനാണെന്ന് അറിഞ്ഞില്ലല്ലോ ഋതു. അത് സാരമില്ല രാജു, അത് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം. ഋതു, നീ അന്വേഷിച്ചിട്ട് എന്നോട് പറയണം. സാറ് ചെന്ന് ഇവൻ്റെ ട്രാപ്പിലെങ്ങും ചെന്ന് വീഴരുത്. അതിനെന്താ രാജു, ഞാൻ ഈ കമ്പനിയിലല്ല ജോലിയെന്ന് അറിയാത്ത വിധത്തിൽ ഞാൻ എങ്ങനെയെങ്കിലും ചോദിച്ചത് മനസ്സിലാക്കിക്കോളാം. രാജു, അച്ഛൻ പോയല്ലോ, പിന്നെന്തിനാ രാജു ഇപ്പം ടെൻഷനാകുന്നേ? ടെൻഷൻ അതുകൊണ്ട് മാത്രമല്ല ഋതു, ആ സന്ദീപ് വലിയ തലവേദനയായിട്ട് മാറുവാണല്ലോ. അത് രാജു, നമ്മൾ എവിടെ ചെന്നാലും നമുക്കിതുപോലെയുള്ള ശല്യങ്ങൾ നേരിടേണ്ടി വരും. മുൻപത് ദീപക്കാരൻ, ഇപ്പതാണ്ട് ഇവൻ സന്ദീപ്. രാജു അതൊക്കെ അങ്ങ് വിട്. രാജു എന്തിനാ ഇവനെയൊക്കെ പേടിക്കുന്നതല്ല ഋതു. ഈ കൊതു കടിക്കുമ്പോഴും അതിൻ്റെതായ ഒരു അസ്വസ്ഥത നമുക്കുണ്ടാവില്ലേ? അല്ല രാജു, ഈ പാർട്ട്ണർ എന്നൊക്കെ പറയുന്നത് അത് ഋതു ഇവരുടെ അച്ഛനുമായിട്ടുള്ളതാ. ബിസിനസ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഞാൻ നിർബന്ധിച്ചുണ്ടാക്കിയ ഒരു പാർട്ട്ണർഷിപ്പാണ്. അത് ഇവൻ എങ്ങനെയെങ്കിലും തട്ടിയെടുത്തതായിരിക്കും. ഇനി അതൊക്കെ ഞാൻ കൈകാര്യം ചെയ്തോളാം, ഋതു പേടിക്കണ്ട. ഭയങ്കര ധൈര്യശാലിയെ പോലെ ചിരിച്ചോണ്ട് ഋതിക പറയാം, എനിക്ക് പേടിയോ? രാജു ഇവിടുള്ളപ്പോൾ എനിക്കെന്തിനാ പേടി? എനിക്ക് നല്ല ധൈര്യമാണ്. രാജു എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് വല്ലാത്ത ഒരു ധൈര്യമാണ്. പക്ഷേ രാജു എൻ്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ തളർന്നു പോകും. ഇപ്പോഴെനിക്കൊരു ശക്തിയില്ല രാജു. രാജു പോയ തക്കം നോക്കി അംബിക വെച്ച ട്രാപ്പിൽ ഞാൻ വീണുപോയി. നശിക്കാനുള്ള പ്രധാന കാരണം അതാണ്. ഒന്നും നശിച്ചിട്ടില്ല ഋതു. അതേ രാജു, നശിക്കാൻ പോകുന്നതേ ഉള്ളു. ദാണ്ട വരുന്നത് ആരാണെന്ന് നോക്ക്. തിരുവിതാംകൂർ മഹാറാണിയാണോ, എലിസബത്ത് രാജ്ഞിയാണോ, ആരാണെന്ന് പോലും തിരിച്ചറിയാൻ വയ്യാത്ത രൂപത്തിൽ നമ്മുടെ രാധമ്മ അണിഞ്ഞൊരുങ്ങി രാജുവിനുള്ള ലഞ്ചുമായിട്ട് വരുവാണെന്ന് തോന്നുന്നു. രാധമ്മ ആ ഡോർ അങ്ങോട്ട് തുറക്കുമ്പോൾ നല്ല ഒന്നൊന്നര കാഴ്ച. രാജുവും ഋതികയും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ കാഴ്ച കണ്ടതും രാധമ്മയുടെ കണ്ണങ്ങ് തള്ളി. ആ തള്ളിയ കണ്ണും വെച്ച് രാധമ്മ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, രാധമ്മ ആ കാഴ്ച കാണുമ്പോൾ എന്തായിരിക്കും സ്വാഭാവികമായിട്ട് നടക്കുന്നത്? രാധമ്മ ഇനി അവിടെ ഭദ്രകാളിയായിട്ട് ഉറഞ്ഞു തുള്ളുമോ, അതോ മധുരയരിച്ച കണ്ണകിയായി മാറുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും അവിടെ ഒരു വഴക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ അതിനു മുമ്പ് തന്നെ നമ്മുടെ രാജു എന്തെങ്കിലും ഒരു ട്രിക്സ് കാണിച്ച് ഋതികയെ വഴക്ക് പറയുന്ന പോലൊക്കെ കാണിച്ച് രാധമ്മയുടെ ശ്രദ്ധ മാറ്റി അവിടുന്ന് രണ്ടുപേരും രക്ഷപ്പെടുമെന്നുള്ള പ്രതീക്ഷയുണ്ട്. പ്രേമരോഗം പിടിപെട്ട സന്ദീപിനി പ്രതാപനെ കാണാനായിട്ട് പ്രതാപന്റെ വീട്ടിലോട്ട് പോകുമോ? അവിടെ വെച്ച് അവൻ ഋതികയെ കാണുകയോ, ഋതിക രാജുവിന് എഴുതിയ ലെറ്റർ ഋതികയെ കാണിച്ചവൻ ബ്ലാക്ക്മെയിൽ ചെയ്യുമോ? അങ്ങനെ ചെയ്താൽ നമ്മുടെ രാജു വെറുതെ ഇരിക്കുമോ? എന്തായിരിക്കും രാജു ഇനി ചെയ്യാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് നാളത്തെ റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.